ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ എന്തുവായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്, പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ തേർഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ആദ്യത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുവാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തുവാടാ? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്തുവാടാ? നമുക്ക് നിങ്ങൾ പഠിക്കുക, റെസ്റ്റ് എടുക്കുക, വെള്ളമൊക്കെ കുടിക്കുക, അങ്ങനെയൊക്കെ പഠിക്കണം. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും പഠിക്കണം. അപ്പോൾ നിങ്ങൾ ബുക്കൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുക. ഇതൊരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാന്ന് നമുക്ക് വായിക്കാം. പേജ് നമ്പർ 10 തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ ആൻഡ് ദ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സംഭവമൊക്കെ ഒന്ന് എഴുതി വെക്കാം. ഞാനിങ്ങനെ എഴുതുവാണ് പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ് പെരിമീറ്ററിന് ഞാൻ പി എന്ന് എഴുതുന്നുള്ളൂ, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതുക. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഫുൾ എഴുതുക ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് എന്തുവാ 40 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ എന്തുവാ നോക്കുന്നത്? ഒരു സൈഡ് എന്ന് പറയുന്ന മറ്റേ സൈഡിനേലും ഓക്കെ, സൈഡ് രണ്ടും തന്നിട്ടില്ലല്ലേ. ഇങ്ങനെ തന്നേക്കുന്നത് നമ്മളൊരു കണ്ടീഷൻ ആണല്ലേ തന്നേക്കുന്നത്. എന്തുവാ തന്നേക്കുന്നത്? ദ സൈഡ് ഇസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ കൂടുതലാണ് മറ്റേ സൈഡിനേലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൈഡിനെ അങ്ങ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തുവാടാ? ലെറ്റ് ദ ഷോർട്ടർ സൈഡ്, ചെറിയ സൈഡുണ്ട് വലിയ സൈഡുണ്ട് അല്ലേ, ഷോർട്ടർ സൈഡ് ബി എക്സ്. ഓക്കെ, അങ്ങനെ ഷോർട്ടർ സൈഡിൽ എക്സ് ആണ് എടുത്തേക്കുന്നതെങ്കിൽ ഫോർ ദ ലോങ്ങർ സൈഡ് എന്തുമായിരിക്കും ഇവിടെ? ലോങ്ങർ സൈഡ് ഇസിക്കൽ ടു എക്സിൻ്റെ കൂട്ടത്തിൽ 8 കൂടെ കൂട്ടുന്നതാണ് അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് നമുക്ക് പെരിമീറ്ററിൻ്റെ സംഭവം പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്ന് എഴുതാൻ മതി കേട്ടോ, 2 എന്നിടാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് നമുക്ക് എന്തുവാടാ? എന്തുവാ നോക്ക് പെരിമീറ്റർ. സോ പെരിമീറ്ററിൻ്റെ ഫോർമുല അറിയാവുന്നതല്ലേ? ആണോ? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ഫോർമുല പറഞ്ഞേ 2 × L + B. ഇതാണ് നമ്മുടെ ഫോർമുല, 2 × L + B പെരിമീറ്റർ. അപ്പം ഞാനിവിടേക്ക് ഈ ഒരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്തുവാ ചെയ്യാൻ പോകുന്നത്? 2 × Lന് പകരം ഞാൻ എക്സ് ഇട്ട് കൊടുക്കാൻ പോവാം. എക്സ് പ്ലസ് ബിക്ക് വരെ ഞാൻ ഇതിട്ട് കൊടുക്കാൻ പോവാം. എന്ന് വെച്ചാൽ എക്സ് + 8. ഓക്കെ, ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു. അന്ന് പറയുന്നത് 40 ആണ്. പെരിമീറ്റർ എത്രയാണ്? 40 അല്ലേ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണ് ഞാനത് സോൾവ് ചെയ്യാം. നോക്കിയാൽ ഇവിടെ എക്സും കൂടെ പ്ലസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2x കിട്ടും. അപ്പം ഞാൻ 2x + 8 = 40. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2-നകത്തേക്ക് കൊടുക്കാം. രണ്ടു പേർക്കുമായിട്ട് അങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 2 4 എന്ന് കിട്ടും, 4x. 2 × 8 എത്രയാണ്? 2 8 16 അല്ലേ. അപ്പം ബാക്കിയൊക്കെ അങ്ങ് എഴുതി വെച്ചേക്കാം. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ പോലെ നമ്പറിനെ, ഇത് എക്സ് ഉള്ള നമ്പറാണ്. അപ്പോൾ എക്സ് ഇല്ലാത്ത നമ്പർ ഏതാ? ഇതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യമേ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x ദാറ്റ് ഈസ് ഈക്വൽ ടു 40. 16 പ്ലസ് ആയിരുന്നു, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മൈനസ് ആകും. അപ്പം 4x ഇസ് ഈക്വൽ ടു മൈനസ് ചെയ്താൽ അപ്പോൾ എത്ര കിട്ടും? പെട്ടെന്ന് പറ 24 കേട്ടോ. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ 4നെയും കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇങ്ങോട്ട് എഴുതുവാണേ. എക്സ് ഇസ് ഈക്വൽ ടു 4നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പം ഇപ്പുറത്ത് ഇൻറ്റു ആയിരുന്നു, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഡിവൈഡായിട്ട് മാറും. സോ 24 / 4. 24 / 4 എത്രയാടാ? 6 അല്ലേ. സോ എക്സിൻ്റെ വാല്യൂ കിട്ടി 6. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറഞ്ഞേക്കുന്നത് ലെറ്റ് ദ ഷോർട്ടർ സൈഡ് ബി എക്സ് ആണ്. അപ്പം ഷോർട്ടർ സൈഡ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ദെയർഫോർ ദ ഷോർട്ടർ സൈഡ് ഈക്വൽ ടു എത്രയാ? 6 ആൻഡ് ദ ലോങ്ങർ സൈഡ് എത്രയാടാ? എക്സിൻ്റെ കൂട്ടത്തിൽ 8 കൂടെ പ്ലസ് ചെയ്യണം. അപ്പം
എക്സ് എന്ന് വെച്ചാൽ 6 ആണ്. 6ൻ്റെ കൂട്ടത്തിൽ 8 കൊണ്ട് പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 14 കിട്ടും. അതാണ് നമ്മുടെ ലോങ്ങർ സൈഡ്. ഓക്കെ, അപ്പം ഷോർട്ടർ സൈഡ് സെൻറ്റിമീറ്റർ ഇട്ട് കൊടുക്കുക കേട്ടോ. 6 സെൻറ്റിമീറ്റർ. ലോങ്ങർ സൈഡ് 14 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ അപ്പം ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരയ്ക്കാം. ഷോർട്ടർ സൈഡ് ഏതാ? ഇതല്ലേ, ഇത് 6ഉം ഇത് 14ഉം. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് 40 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെയൊക്കെ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള പാറ്റേണൊക്കെ തന്നെയാണ്. വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ ലൈക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസും ഡിഫറെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക് യു.